ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. അത് മിക്സിയുടെ ജാറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ചെയ്യേണ്ടത് 2 ക്യാരറ്റ് എടുക്കുക. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് നമുക്കിത് ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഇവിടെ വെന്തിട്ടുണ്ട്, 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് ഈ ക്യാരറ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ പാലാണ്. കൂടുതലായിട്ട് ചേർക്കേണ്ട കേട്ടോ, 3 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. അതുകൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല മഷി പോലെ അരയുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്മൂത്തായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. ഞാനിവിടെ 1.25 കപ്പ് മൈദയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 പിഞ്ച് ഉപ്പാണ്. അതുപോലെ 1 പിഞ്ച് സോഡാപ്പൊടി, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് റെഡിയാക്കിയില്ല, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ, അതായത് 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിച്ചു എന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അരിച്ചെടുത്ത് വെച്ച ആ ഒരു ഡ്രൈ മിക്സ്ചർ പകുതി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി പകുതി കൂടി ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്പീഡിന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഓവർ മിക്സിങ് ചെയ്താൽ തീർച്ചയായിട്ടും കേക്ക് നന്നായിട്ട് വരത്തില്ല. ഓവർ മിക്സിങ് ചെയ്യാതെ തന്നെ ഈ ഒരു കേക്ക് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ മിക്സായി. ഇനിയും നിങ്ങൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് ഓവർ മിക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഞാൻ വലിയ ടിന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ചെറിയ പൊക്കത്തിലുള്ള കേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കാരണം കേക്ക് ബാറ്റർ കുറച്ചാണ്, നമ്മുടെ ടിന്ന് കുറച്ച് വലിപ്പമുള്ളതാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ഇത് ഓവനിലും ബേക്ക് ചെയ്യാം, ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്യാം. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഓവൻ ഇല്ലാതെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലാതാണെങ്കിൽ ഏത് ഒരു അടികട്ടിയുള്ള പാത്രത്തിലും ഇത് വെച്ച് ബേക്ക് ചെയ്യാം. ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്യുക, ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാം. അതുപോലെ ഓവനിലാണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റാണ് 5 ക്യാരറ്റ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് സമയം എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയി, ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം. അത്ര നന്നായിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്പം പോലും വെള്ളം നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇത് നമുക്ക് നേരത്തെ ഇത് വേവിച്ചെടുത്ത് അതേ സെയിം പാനിൽ തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളം മാറ്റിയിട്ട് ആ സെയിം പാനിൽ തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്.
ഞാൻ ദേ ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആവും. മെൽറ്റ് ആകുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആവും. കണ്ടോ, ഇതിപ്പോൾ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ചൊന്ന് വറ്റി വരണം. നല്ലപോലെ ഒന്ന് വറ്റി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരുപാട് അങ്ങ് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. ഇത് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കണം. എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. കൂടുതലായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്ടോ. നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ആ ഒരു പരുവം ആവും എന്ന് കാണുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് വറ്റിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. കണ്ടോ, കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ കേക്ക് ഇവിടെ കംപ്ലീറ്റ് വെന്തതിന് ശേഷം ചൂടാറിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് കണ്ടോ കംപ്ലീറ്റ് ചൂടാറി. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൂടിയിട്ട് എടുക്കാം. കേക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചു. തിളച്ച ഉടനെ തന്നെ തീ ഓഫ് ചെയ്തു. എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറ്റി എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് ആണിത്. ഇങ്ങനെ തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കുക. എന്നാലേ കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഈ കേക്കിൻ്റെ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നല്ല കേക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വരുള്ളൂ. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ക്യാരറ്റ് ഫഡ്ജ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ്. ശരിക്കും വിപ്പിംഗ് ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് ക്രീം വെച്ചിട്ട് അലങ്കരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് കൂടിയാണിത്. ശരിക്കും ബർത്ത്ഡേക്കും വേണമെങ്കിൽ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ പിസ്തയും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ ടോപ്പിൽ അടുത്ത കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ വീണ്ടും നമ്മുടെ ക്യാരറ്റ് ഫഡ്ജും അതുപോലെ കുറച്ച് പിസ്തയും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ ക്രഷ് ചെയ്തത് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡിയായി. ക്യാരറ്റ് ഫഡ്ജ് കേക്ക്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അത്ര ടേസ്റ്റിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടിയിട്ട് പറയുകയാണ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ മാത്രം മതി. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഇരിപ്പുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടമായെന്ന് എന്നെ കരുതുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് എന്നെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. നമുക്കൊരു പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ഒരു റെസിപ്പി വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.